ഓർത്തോഗണൽ ഡയഗണലൈസബിലിറ്റി ഓഫ് സിമെട്രിക് മെട്രിക്സസ്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ ഡയഗണലൈസബിൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് പി എന്ന് പറയുന്ന ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി, വെർ ഡി ഈസ് എ ഡയഗണൽ മെട്രിക്സ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്ന് പറയും. പി എന്ന് പറയുന്ന ആ മെട്രിക്സ് എയെ ഡയഗണലൈസ് ചെയ്യുന്നു എന്നും പറയും. ഓക്കെ, ഇനി സിമെട്രിക് മെട്രിസസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡയഗണലൈസബിലിറ്റിയെ നമ്മൾ ഓർത്തോഗണൽ ഡയഗണലൈസബിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അതെന്തുകൊണ്ടാണെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. An n by n symmetric matrix A with real entries can always be diagonalized. This is a consequence of the fact that we can always find n linearly independent eigenvectors for such a matrix. ഒരു n by n സിമെട്രിക് മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് റിയൽ നമ്പേഴ്സും ആണെങ്കിൽ നമുക്കതിനെ എപ്പോഴും ഡയഗണലൈസ് ചെയ്യാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിമെട്രിക് മെട്രിക്സിന് നമുക്ക് എപ്പോഴും ഒരു n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഡയഗണലൈസബിൾ ആവാനുള്ള ക്രൈറ്റീരിയൻസ് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ആൻ n by n മെട്രിക്സ് എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് k1 k2 എക്സെട്ര kn ദെൻ എ ഈസ് ഡയഗണലൈസബിൾ. ഒരു n by n മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സിന് എപ്പോഴും n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു സിമെട്രിക് മെട്രിക്സ് എപ്പോഴും ഡയഗണലൈസബിൾ ആണ്. ഓക്കെ, സിൻസ് വി ക്യാൻ ഫൈൻഡ് n മ്യൂച്വലി ഓർത്തോഗണൽ ഏഗൺ വെക്റ്റേഴ്സ് വി ക്യാൻ യൂസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് P to diagonalize A. A symmetric matrix is said to be orthogonally diagonalizable. Okay, നമുക്ക് n മ്യൂച്വലി ഓർത്തോഗണൽ ഏഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ഈ ഏഗൺ വെക്റ്റേഴ്സിനെ നമുക്ക് അതിനെ ഒരു ആ ഏഗൺ വെക്റ്റേഴ്സ് കോളമായിട്ടൊരു മെട്രിക്സ് P കൺസ്ട്രക്ട് ചെയ്താൽ അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഈ മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സിമെട്രിക് മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. ആൻ n by n മെട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ്. ഓക്കെ, ഇനി ഓർത്തോഗണൽ ആവാൻ ഉള്ള കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ലെറ്റ് എ ബി ആൻ n by n സിമെട്രിക് മെട്രിക്സ് ദെൻ ദ ഏഗൺ വെക്റ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസ് ആർ ഓർത്തോഗണൽ. ഒരു n by n സിമെട്രിക് മെട്രിക്സിൻ്റെ ഏഗൺ വെക്റ്റേഴ്സ് എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൺ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സിമെട്രിക് ഒരു മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൺ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡയഗണലൈസബിളും ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏഗൺ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ അത് മ്യൂച്വലി ഓർത്തോഗണലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു കോളം മെട്രിക്സ് പി എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു സിമെട്രിക് മെട്രിക്സിനെ ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സിനെ നമുക്ക് എപ്പോഴും ഡയഗണലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ആ പി എന്ന് പറയുന്ന ആ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ്. ഓക്കെ, പി ഇൻവേഴ്സ് എ പി എന്നാണ്. പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് ആവുകയാണെങ്കിൽ നമ്മൾ പറയും എ എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ്. ഇവിടെ സിമെട്രിക് മെട്രിക്സ് ആകുമ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് എപ്പോഴും ഓർത്തോഗണൽ ആയിരിക്കും. ഓക്കെ, പി എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആയിരിക്കും. പി എങ്ങനെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയഗണലൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്? ആ മെട്രിക്സിൻ്റെ ഏഗൺ വെക്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ പി എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ആ ഈ ഏഗൺ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ഡി ആണ്. ഇതിൽ എ എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സും പി എന്ന് പറയുന്നത് അതിൻ്റെ ഏഗൺ വെക്റ്റേഴ്സ് വെച്ച് കോളംസ് ആക്കി എഴുതുന്ന മെട്രിക്സുമാണ്. ഈ പി എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സുമാണ്. ഓക്കെ,
സിമെട്രിക് മെട്രിക്സ് എപ്പോഴും ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ക്രൈറ്റീരിയൻ ഫോർ ഓർത്തോഗണൽ ഡയഗണലൈസബിലിറ്റി ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സിമെട്രിക് ആയാൽ മതി. ആ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ അത് ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആയിരിക്കും. തിയറം: an n by n matrix A can be orthogonally diagonalized if and only if A is symmetric. A സിമെട്രിക് ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വി ക്യാൻ ഫൈൻഡ് ആൻ ഇൻവേർട്ടിബിൾ n by n matrix P such that P inverse AP equal to D, where A is symmetric and P is orthogonal. P is orthogonal and A is symmetric. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യമാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ നെസസറി പാർട്ട് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലി ഡയഗണലൈസ്ഡ് ആണെങ്കിൽ എ സിമെട്രിക് ആണ് എന്നൊരു കാര്യം മാത്രമേ നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളൂ. അത് തിരിച്ചും നമുക്ക് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ്. അസ്യൂം an n by n matrix A is orthogonally diagonalizable. ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എ സിമെട്രിക് ആണെന്നാണ്. ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആയതുകൊണ്ട് തന്നെ ദർ എക്സിസ്റ്റ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് P സച്ച് ദാറ്റ് P ഇൻവേഴ്സ് AP ഈക്വൽ ടു D. P ഇൻവേഴ്സ് AP ഈക്വൽ ടു D എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് P ഇൻവേഴ്സ് AP ഈക്വൽ ടു D ആണ്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും P വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ P വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? AP ഈക്വൽ ടു PD എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് P ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. രണ്ട് സൈഡിലും P ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് A ഈക്വൽ ടു PD P ഇൻവേഴ്സ് എന്ന് കിട്ടും. A ഈക്വൽ ടു PD P ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യം കിട്ടി. ഇനി P എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലായിരിക്കും. കാരണം നമ്മൾ അസ്യൂം ചെയ്ത് A എന്ന് പറയുന്ന ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ P എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണലാണ്. അപ്പോൾ ഒരു ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് അതിൻ്റെ ട്രാൻസ്പോസിനോട് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ ഓർത്തോഗണൽ എന്നാണ് വിളിക്കുന്നത്. സിൻസ് P ഈസ് ഓർത്തോഗണൽ, P ഇൻവേഴ്സ് ഈക്വൽ ടു P ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ P ഇൻവേഴ്സ് ഈക്വൽ ടു P ട്രാൻസ്പോസ് ആണ്. ഇനി ഈ A ഈക്വൽ ടു PD P ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ P ഇൻവേഴ്സിന് പകരം P ട്രാൻസ്പോസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ A ഈക്വൽ ടു PD P ട്രാൻസ്പോസ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഒരു കാര്യം നമുക്കറിയാം, D എന്ന് പറയുന്ന മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോം എന്തായിരിക്കും? ഡയഗണൽ എൻട്രീസ് മാത്രം നോൺ സീറോയും ബാക്കി എന്താണ്? സീറോയും ആയിരിക്കും. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്തു നോക്കിയാൽ, D ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഡയഗണലൊക്കെ നോൺ സീറോയും ബാക്കി സീറോ ആയതുകൊണ്ട് തന്നെ D ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ നമുക്ക് D എന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഈ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. ഒരു ഡയഗണൽ മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? D ട്രാൻസ്പോസ് ഈക്വൽ ടു D എന്ന് എഴുതാം. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എപ്പോഴും സിമെട്രിക് ആണ്. ഇനി നമ്മൾ A ഈക്വൽ ടു PD P ഇൻവേഴ്സ് എന്നും P ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നമ്മൾ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കുകയാണ്. ഈ ഒരു ഇക്വേഷൻ്റെ A ഈക്വൽ ടു PD P ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ട്രാൻസ്പോസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: A ട്രാൻസ്പോസ് ഈക്വൽ ടു PD P ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, AB C ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പോസ് ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ട്രാൻസ്പോസസ് ഇൻ ദി റിവേഴ്സ് ഓർഡർ ആണ്. അപ്പോൾ മെട്രിക്സ് ആയതുകൊണ്ട് ഇൻവേഴ്സ് ആണെങ്കിലും ട്രാൻസ്പോസ് ആണെങ്കിലും ഓർഡർ തിരിച്ചായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമുക്കിവിടെ A ട്രാൻസ്പോസ് ഈക്വൽ ടു PD P ട്രാൻസ്പോസ് ദി ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇതിൽ PD P ട്രാൻസ്പോസ്
ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ആദ്യം വരുന്നത് പി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഇൻറ്റു ഡി ട്രാൻസ്പോസ് ഇൻറ്റു പി ട്രാൻസ്പോസ് എന്ന് കിട്ടി. ഓക്കെ, ഇനി പി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ ഏതൊരു മെട്രിക്സ് എടുത്താലും അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അതിൻ്റെ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോയും കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി അതിനെ ഒന്നും കൂടെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ആദ്യത്തെ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അപ്പോൾ പി ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ പി ആയിരിക്കും. അതുപോലെ തന്നെ ഡി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതിപ്പോഴും സിമെട്രിക് ആണെന്ന് നമ്മൾ കണ്ടു. ഡി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഡി ആയിരിക്കും. ഇനി ഈ പി ട്രാൻസ്പോസിനെ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി പി ഡി പി ട്രാൻസ്പോസ് എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എ ഈക്വൽ ടു പി ഡി പി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കിട്ടിയത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ ആ മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെന്ന് കിട്ടി. അപ്പം നമ്മുടെ പാർഷ്യൽ പ്രൂഫ് ഇവിടെ അവസാനിച്ചു. നമ്മുടെ തിയറം എന്തായിരുന്നു? ആൻ n by n മെട്രിക്സ് എ ക്യാൻ ബി ഓർത്തോഗണലി ഡയഗണലൈസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് സിമെട്രിക്. സിമെട്രിക് മെട്രിക്സിനെ മാത്രമേ നമുക്ക് ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് അവിടുത്തെ പി എന്ന് പറയുന്ന മെട്രിക്സ് ഓർത്തോഗണൽ ആയിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ, സിമെട്രിക് അല്ലാത്ത ഒരു മെട്രിക്സിനെ നമ്മൾ ഡയഗണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഒരു സിമെട്രിക് മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ മുൻപേ ചെയ്തിട്ടുള്ളൊരു മെട്രിക്സ് ആണ്. എക്സാമ്പിളായിട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈഗൻ വാല്യൂസ് റിപ്പീറ്റഡ് ഈഗൻ വാല്യൂ വരുന്ന കേസിലാണ് നമ്മളിത് പറഞ്ഞത്. ഇതിൻ്റെ ഈഗൻ വാല്യൂസ് 11 ആൻഡ് 8 ആണ് വരുന്നത്. 8 ഒരു റിപ്പീറ്റഡ് ഈഗൻ വാല്യൂ ആണ്. 8 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ കണ്ടുപിടിച്ചത് k1 ഈക്വൽ ടു 1 1 1, k2 ഈക്വൽ ടു -1 1 0, k3 ഈക്വൽ ടു -1 0 1. ഇനി നമ്മൾ ഈ ഒരു ഈഗൻ വെക്റ്റേഴ്സിനെ ഒന്ന് നോക്കിയാൽ k1 k2 k3. ഓക്കെ, ഈ ഈഗൻ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. കാരണം എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നടുത്തതിൻ്റെ ലീനിയർ സ്കെയിലാർ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ ഒന്നടുത്തതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടൊന്നും നമുക്ക് ഈ 3 നോക്കിയാൽ വരില്ല അല്ലേ? അല്ലെങ്കിൽ ഇത് 3 കൂടെ ആഡ് ചെയ്താൽ 0 ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ k2ഉം k3യും എന്താണ്? ഒരേ ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഈഗൻ വെക്റ്റേഴ്സ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ഈഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് ഓർത്തോഗണൽ ആവുള്ളൂ നമ്മൾ കണ്ടു. ഈ k2ഉം k3യും നമ്മൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ k2 ട്രാൻസ്പോസ് k3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത് അല്ലേ? അത് നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ k2ഉം k3യും k2 ഡോട്ട് k3 ആണ് ഡോട്ട് പ്രൊഡക്റ്റ് വരുന്നത്. അത് k2 ട്രാൻസ്പോസ് k3 ആണ്. അത് 1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ k2ഉം k3യും ഓർത്തോഗണൽ അല്ല. ഓക്കെ, അപ്പോൾ k1ഉം k2ഉം ഓർത്തോഗണലാണ്, k1ഉം k3യും ഓർത്തോഗണലാണ്. പക്ഷേ k2ഉം k3യും ഓർത്തോഗണൽ അല്ല. ഇനി നമുക്ക് ഈ k2നെയും k3നെയും ഓർത്തോഗണലാക്കണം. കാരണം ഈ ഒരു മെട്രിക്സ് സിമെട്രിക് ആണ്. അപ്പോൾ ഇതിനെ ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ആ തിയറം അനുസരിച്ച് പറഞ്ഞത്. ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഈഗൻ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുന്ന ആ ഒരു മെട്രിക്സ് എന്താകണം? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആകണം. അപ്പോൾ ഒരു ഓർത്തോഗണൽ മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം ഈഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ഈ ഈഗൻ വെക്റ്റേഴ്സിനെ എന്ത് ചെയ്യുക? അതിൻ്റെ നോം വെച്ച് ഓരോന്നിനെയും അതിൻ്റെ നോം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓർത്തോ നോർമൽ സെറ്റ് കിട്ടും അല്ലേ? അതായിരുന്നു എന്തിൻ്റെ കണ്ടീഷൻ? ഓർത്തോഗണൽ ആവാനുള്ള കണ്ടീഷൻ അല്ലേ? ഓർത്തോഗണൽ മെട്രിക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി k2ഉം k3യും ഓർത്തോഗണൽ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ λ2 ഈക്വൽ ടു λ3 ഈക്വൽ ടു 8 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സാണ് k2ഉം k3യും. നമ്മൾ എങ്ങനെയായിരുന്നു 8 എന്ന് പറയുന്ന ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക?
എ മൈനസ് ലാംഡ ഐ അല്ലേ, എ മൈനസ് 8i ഇൻറ്റു കെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം സോൾവ് ചെയ്തിട്ടായിരുന്നു നമ്മൾ 8 എന്ന് പറയുന്ന ഏഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ മൈനസ് 8i നമ്മൾ റോ റെഡ്യൂസ്ഡ് എച്ചലോൺ ഫോമിലേക്കൊക്കെ മാറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അവസാനം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ K1 K2 K3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0 0 0 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സിസ്റ്റം ഇതായിരുന്നു. K1 പ്ലസ് K2 പ്ലസ് K3 ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ K2വിനും K3ക്കും നമ്മൾ ആദ്യം നമുക്ക് ഇപ്പം നിലവിലുള്ള ഏഗൻ വെക്റ്റേഴ്സ് K2ഉം K3യും കിട്ടിയത് എങ്ങനെയായിരുന്നു? നമ്മൾ K2 1ഉം K3 0യും എന്ന് ആദ്യം നമ്മൾ ആർബിട്രറി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് K2 കിട്ടി. K2 എന്ന് പറയുന്ന ഏഗൻ വെക്റ്റർ കിട്ടി. പിന്നെ നമ്മൾ K2 0യും K3 1ഉം കൊടുത്തപ്പോൾ നമുക്ക് K3യും കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏഗൻ വെക്റ്റേഴ്സ് K2ഉം K3യും ഓർത്തോഗണലല്ല. ഇതിന് പകരമായിട്ട് നമ്മൾ K2വിൻ്റെ വാല്യൂ 1 എന്ന് ചൂസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ K3യുടെ വാല്യൂ 1 എന്ന് ചൂസ് ചെയ്യുകയാണ്. അങ്ങനെ ആകുമ്പോൾ K2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, K2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോറി, നമ്മൾ ആദ്യം K2 ഈക്വൽ ടു 1ഉം K3 ഈക്വൽ ടു 1ഉം ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏഗൻ വെക്റ്റർ ഇതാണ്. അതുപോലെ തന്നെ K2 ഈക്വൽ ടു 1ഉം K3 ഈക്വൽ ടു -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏഗൻ വെക്റ്റർ ഇതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത് K2 ഈക്വൽ ടു 1ഉം K3 ഈക്വൽ ടു 1ഉം ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഏഗൻ വെക്റ്ററാണ് ക്യാപിറ്റൽ K2 എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ നമ്മൾ K2 ഈക്വൽ ടു 1ഉം K3 ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ കിട്ടിയ K2 ഡോട്ട് K3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 0 + 1 - 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ കിട്ടിയ K2ഉം K3യും ഓർത്തോഗണലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരുന്നു നമുക്ക് വേണ്ടത്. അപ്പോൾ K1ഉം ഇപ്പോൾ കിട്ടിയ K2ഉം K3യും ആദ്യത്തെ ഉണ്ടായിരുന്ന K1ഉം ഇത് മൂന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓർത്തോഗണൽ സെറ്റാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ദസ് എ ന്യൂ സെറ്റ് ഓഫ് മ്യൂച്വലി ഓർത്തോഗണൽ ഏഗൻ വെക്റ്റേഴ്സ് ഈസ് K1 K2 K3. ഇത് മൂന്നും മ്യൂച്വലി ഓർത്തോഗണലാണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്കൊരു ഓർത്തോഗണൽ മെട്രിക്സ് ഫോം ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഓരോ വെക്റ്ററിൻ്റെ നോം വെച്ച് അല്ലേ അതിന് യൂണിറ്റ് വെക്റ്റർ ആക്കണം ഓർത്തോഗണൽ ആവണമെങ്കിൽ. അപ്പോൾ നോം ഓഫ് K1 നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോം ഓഫ് K1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് K1 ഡോട്ട് K1 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K1 ട്രാൻസ്പോസ് K1 എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആയിരിക്കും അല്ലേ, റൂട്ട് 3 ആയിരിക്കും. അതുപോലെ തന്നെ K2വിൻ്റെ നോമ് കണ്ടുപിടിച്ചാൽ റൂട്ട് 6 ആയിരിക്കും. K3യുടെ നോമ് കണ്ടുപിടിച്ചാൽ റൂട്ട് 2 ആയിരിക്കും. അപ്പം ഇത് വെച്ച് നമ്മൾ ഈ ഓരോ ഏഗൻ വെക്റ്ററിനെയും നോമ് വെച്ച് ഓരോന്നിൻ്റെ നോമ് വെച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ ഓർത്തോനോർമൽ സെറ്റാണ്. ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോന്നും എടുത്തു കഴിയുമ്പോൾ അത് ഓർത്തോഗണലും ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ നോമ് 1ഉം ആയിരിക്കണം. ഇങ്ങനെ ഒരു വെക്റ്ററിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിനെയാണ് നമ്മൾ ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഈ 3 വെക്റ്റേഴ്സും ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഈ വെക്റ്റേഴ്സ് കോളംസ് ആയിട്ട് നമ്മളൊരു മെട്രിക്സ് എഴുതിയാൽ അതായിരിക്കും നമ്മുടെ P എന്ന് പറയുന്ന ആ മെട്രിക്സ്. ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ് അല്ലേ. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓർത്തോഗണൽ ആവണമെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഓർത്തോഗണൽ ആക്കിയത് ഒരു മെട്രിക്സിനെ? അതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക, ഈ ഏഗൻ വെക്റ്റേഴ്സിനെ ഓർത്തോഗണലാക്കി മാറ്റുക, അതിനുശേഷം അതിൻ്റെ ഒരു ഓർത്തോനോർമൽ സെറ്റാക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ട് ഓരോ ഏഗൻ വെക്റ്റേഴ്സിൻ്റെ നോമ് കണ്ടുപിടിക്കുക. ഈ നോമ് വെച്ച് അതിനെ ഓരോ വെക്റ്ററിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓർത്തോനോർമൽ സെറ്റ് കിട്ടും. ഈ വെക്റ്റേഴ്സ് കോളംസ് ആയിട്ടൊരു മെട്രിക്സ് എഴുതിയാൽ അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഓർത്തോഗണൽ ഡയഗണലൈസബിളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് P എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എയെ ഡയഗണലൈസ് ചെയ്യും. ഓക്കെ, അതായത് P ഇൻവേഴ്സ് AP ഈക്വൽ ടു D എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് നമുക്ക് കിട്ടുമോ എന്നാണ് ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ ഏഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ
എന്താണ് ഡയഗോണൽ എലമെൻറ്റ്സ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയതനുസരിച്ച് നമ്മുടെ ഈഗൻ വാല്യൂസ് 11ഉം 8ഉം 8ഉം ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമുക്ക് ഏതായിരിക്കും ഡയഗോണൽ മെട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഈഗൻ വാല്യൂസ് ഉപയോഗിച്ച്. അപ്പം 11 0 0 0 8 0 0 0 8 ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഡയഗോണൽ മെട്രിക്സ്. പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഡയഗോണൽ മെട്രിക്സ് ഇതായിരിക്കും. നമുക്ക് ഇത് തന്നെയാണോ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പി ഇൻവേഴ്സ് എ പി എന്ന് പറഞ്ഞാൽ എന്താ? പി എന്ന് പറയുന്നത് ഒരു ഡയഗോണൽ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻവേഴ്സ് പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പി ഇൻവേഴ്സിന് മറുപടി പി ട്രാൻസ്പോസ് എ പി എന്ന് എഴുതാം. ഇനി പി ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്, എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. ഇതായിരുന്നു നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് പി ട്രാൻസ്പോസ്, ഇത് പി. ഇത് മൂന്നും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11 0 0 0 8 0 0 0 8 എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സ് ആണ്. ഇത് തന്നെയാണ് ഇതൊരു ഡയഗോണൽ മെട്രിക്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഡയഗോണൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈഗൻ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയഗോണലൈസ് ചെയ്യുന്നത്. ഓർത്തോഗണലി ഡയഗോണലൈസബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഓർത്തോഗണലി ഡയഗോണലൈസബിൾ ആവണമെങ്കിൽ ആ ഒരു മെട്രിക്സ് സിമെട്രിക് ആയിരിക്കണം. അതുപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ് എല്ലാം ഓർത്തോഗണലി ഡയഗോണലൈസബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയഗോണലൈസബിലിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.